അന്തം വിട്ടു പോയ ജെഡിയുടെ ജീവിതവുമായിട്ട് എനിക്ക് ഇഴുകി ചേർന്നല്ലേ പറ്റുള്ളൂ. അതിലൂടെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുമ്പോ ഗീതയോടും മകളോടുമുള്ള കുറ്റബോധം എന്റെ മനസ്സിൽ പെരുകി തുടങ്ങും. പിന്നെ ഞാൻ എന്നെ തന്നെ വെറുത്ത് ഒന്നും അല്ലാതായി തീരും അമ്മമ്മേ. അതിനാണോ ഞാൻ ജെഡിയുടെ ഒപ്പം ചെല്ലേണ്ടത്? വേണ്ട മോളെ, ദൂരെ എങ്ങോട്ടെങ്കിലും പോയി ഇതൊന്നും ഓർക്കാതെയുള്ളൊരു ജീവിതത്തിന് കഴിയില്ലെങ്കിൽ നീ പോണ്ട. പക്ഷെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് നീ ജെഡിയുടെ യാത്ര മുടക്കണം. ഇല്ലെങ്കിൽ നീ ദാനം ചെയ്യുന്ന ജീവിതം ഗീതയ്ക്കും മകൾക്കും കിട്ടില്ലെന്ന് മാത്രമല്ല, ജെഡിക്ക് തന്നെ അയാളുടെ ജന്മം കൊണ്ട് ഉപയോഗമില്ലാതെ വരും. ശരി അമ്മമ്മേ, ഏതെങ്കിലും ഒരു കരയ്ക്കെത്തിക്കാതെ പിരിഞ്ഞാല് ഒരിടത്തും അടുക്കാത്ത വഞ്ചി പോലെ ജെഡിയുടെ ജീവിതം അലയും. അത് പാടില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഗീതയിലേക്കും മകളിലേക്കും എത്തുന്നത് വരെ ഞാൻ കൂടെ നിന്നേ പറ്റൂ. ജയയെ കണ്ടെത്തുന്നതിന് മുൻപ് സത്യങ്ങൾ പറഞ്ഞാൽ അതും അപകട. അതുകൊണ്ട് ഞാൻ ജെഡിയോടൊപ്പം പോവാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ടോ? ജയ തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോൾ ഞാൻ ജെഡിയും കൂട്ടി വരാം. അതുവരെ തൽക്കാലം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തെറ്റുകൾ ഇനി ആവർത്തിക്കാം. അതൊരു പക്ഷെ എന്റെ വിധിയായിരിക്കാം അമ്മേ. ചില ഘട്ടങ്ങളില് ഹെൽമെറ്റ് വളരെയേറെ ഗുണം ചെയ്യും, അല്ലേ മനു? മാഡം, ശവത്തി കുത്തരുത്. തെറ്റ് പറ്റിപ്പോയി. അത് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത്. ജയയുടെ ബാലിശമായ വാശിക്ക് ഒരിക്കലും ഞാൻ വഴങ്ങരുതായിരുന്നു. കുഴപ്പമില്ല നീ. മനു തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടല്ലേ ഇത്രയും കാലം ഒരു പെൺകുട്ടിയെ ഒളിവിൽ പാർപ്പിച്ചിട്ടും മനുവിനെ പോലീസുകാർ വെറുതെ വിട്ടത്. അതിരിക്കട്ടെ, റോക്കിയങ്കിളാണ് ജയെ കൊണ്ടുപോയതെന്ന് മനുവിന് ഉറപ്പുണ്ടോ? അത് ജയയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പാറമടയിലെത്തിയപ്പോൾ അടിവാരത്തെ റോക്കിയെ കണ്ടിരുന്നു എന്നുള്ളത് സത്യ. ആ സമയത്ത് ഞാൻ അയാളെ കണ്ട് ഭയന്നിരുന്നു എന്നല്ലാതെ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ പിറ്റേ ദിവസം എന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ പോലീസിനോട് റോക്കിയെ കണ്ട കാര്യം എനിക്ക് പറയേണ്ടി വന്നു. അവരപ്പം തന്നെ അന്വേഷിച്ചു എന്ന് റോക്കിയെ ഓടിച്ചിട്ട് പിടിച്ചെന്നാണ് കേട്ടത്. അതിൽ കൂടുതലൊന്നും അക്കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല മാഡം. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. തെറ്റ് ചെയ്തവരാരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം. മനു ഇരിക്കെ. വേണ്ട, ജെയ്ഡ് സാറല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കാം. രണ്ടാളോടും ഞാൻ തെറ്റ് ചെയ്തു. മേഡത്തോട് ഞാൻ ചെയ്ത തെറ്റ് വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അതിന് പ്രായശ്ചിത്തമായി ജയെ തിരിച്ചു കിട്ടിയ അവളുടെ മനസ്സിൽ മേഡത്തോടുള്ള തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിക്കൊള്ളാം. ഏയ്, തെറ്റുകൾ തിരിച്ചറിയാന്നുള്ളത് തന്നെയാ മനു ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അതിലപ്പുറം ഒന്നുമില്ല. അതല്ല മാഡം, ഞാനും ജയയും കാരണം നിങ്ങളൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. ജയയെ കൊണ്ടുപോയ ഞാൻ തന്നെ ജെയ്ഡ് സാറിനെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അതിന് പ്രായശ്ചിത്തമായി ജയ ആരാണെന്നുള്ള വിവരം അദ്ദേഹത്തോട് തുറന്നു പറയാമെന്നേ ഞാൻ കരുതിയുള്ളൂ. അതായിരിക്കില്ലേ മാഡത്തിന് പോലും നല്ലത്? എന്റെ നന്മ തിന്മകളെക്കുറിച്ച് മനു ചിന്തിക്കണ്ട. ജെഡിയോട് ഞാൻ ഇപ്പോഴും സത്യം തുറന്നു പറയാതിരിക്കുന്നത് അതറിയുന്നതോടെ അദ്ദേഹത്തിന് ജയയും അവളുടെ അമ്മയും ഉൾക്കൊള്ളാൻ കഴിയണമെന്നുള്ളത് കൊണ്ടാ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ഇനിയിപ്പോ മനു സത്യം പറയുന്നതിലൂടെ ജെഡി അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇല്ല മാഡം, അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മാഡം എപ്പോഴും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ജെയ്ഡ് സാറിനോട് ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഒക്കെ മാഡത്തിന് വിട്ടുതരിക. ജയയ്ക്ക് അച്ഛനെ കിട്ടണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇതുവരെ ഞാൻ അവളെ സഹായിച്ചത്. ഇനി അതേ ലക്ഷ്യത്തോടെ ഞാൻ മാഡത്തോടൊപ്പം ഉണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും മാഡത്തിന് പ്രതീക്ഷിക്കാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മനുവിനെ അറിയിക്കാം. താങ്ക് യു മാഡം. ജെയ്ഡ് സാർ വന്നാൽ ഞാൻ വന്ന് ക്ഷമ ചോദിച്ചായിട്ട് പറയണം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ മനു.
നീ ഇങ്ങനെ കരയാതെ ആദ്യം ഈ ചായ എടുത്ത് കഴിക്കണ്ടേ ക്ലാരീസേ. നിന്റെ ഈ കണ്ണുനീരിന് കർത്താവ് തമ്പുരാൻ എന്നതേലും ഒരു പരിഹാരം കാട്ടിത്തരും. എനിക്കൊന്നും വേണ്ട അമ്മച്ചി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇച്ചായനെ കണ്ടേ പിന്നെ എനിക്ക് സഹിക്കുന്നില്ല. പോലീസുകാര് ഇച്ചായനെ തല്ലി പദം വരുത്തിയേക്ക. കൊച്ചിനെ ശരിക്കും തട്ടിക്കൊണ്ടുപോയവനെ വെറുതെ വിട്ടേച്ച എന്റെ ഇച്ചായനെ അവര്. മറിയം കോച്ചിയുടെ മോനാന്ന് പറഞ്ഞിട്ട് എന്നതാ. ഇച്ചായനെ സഹായിക്കാൻ ഒരാളും ഇല്ല ലോകത്ത്. മോളെ, ഇവളുടെ ഈ സങ്കടം കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്താ മാമ ഇപ്പൊ പറയണ്ടേ? സാഹചര്യ തെളിവുകൾ മുഴുവൻ അങ്കിളിനെതിരാ. അങ്കിൾ അല്ലെങ്കിൽ പിന്നെ മറ്റാരായിരിക്കാം പ്രതി എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചനയോ തെളിവോ കിട്ടാതെ പോലീസ് അങ്കിളിനെ വെറുതെ വിടുവെന്ന് തോന്നില്ല. പിന്നെ അവര് വീണ്ടും പാറമട പോയി അന്വേഷിച്ചിട്ടും പുതിയ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഇച്ചായനെ ജയിലിൽ അടച്ചോട്ടെന്നാണോ നീയും പറയുന്നത്? സ്റ്റേഷനിൽ നിന്ന് കർത്താവിനെ ആണയിട്ട് ഇച്ചായൻ എന്നോട് പറഞ്ഞതാ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്നതേലും കൈപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും. ഇതിപ്പോ ഒരു തെറ്റും ചെയ്യാതെയാ ഇച്ചായൻ കിടക്കുന്നെന്ന് എനിക്ക് ഉറപ്പാ. നമുക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രം എന്താ എന്റെ കാര്യം? പോലീസുകാർ ഉറപ്പിച്ചിരിക്കുന്നത് റോക്കിയങ്ങൾ തന്നെയാണ് പ്രതിയെന്ന. അതല്ല എന്ന് നമുക്ക് കോടതിയിൽ മാത്രമേ വാദിക്കാൻ പറ്റുള്ളൂ. നാളെ ഇച്ചായനെ കോടതി ഹാജരാക്കാൻ പോണെന്നാ പറഞ്ഞത്. എന്നതേലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഇച്ചായൻ പിന്നെ ജയിലില്ല. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നതേലും ചെയ്യാൻ ഒക്കുമോ മോളെ? ഞാൻ എന്നെ ചെയ്യാനാ അമ്മാമ്മേ? അങ്കിളിന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ ജേഡി എന്നെ തടഞ്ഞത് അമ്മാമ്മയും കണ്ടതല്ലേ? ഇനിയിപ്പൊ ഞാൻ തന്നെ ഇറങ്ങണം. എന്നാ ഏനം കെട്ടവനാണെങ്കിലും എന്റെ കൊച്ചിനെ എനിക്ക് തള്ളിക്കളയാനൊക്കത്തില്ലല്ലോ. നീ കരയണ്ട ഗ്ലാഡീസേ, നമുക്ക് പോയൊരു വക്കീലിനെ കാണാം. ഹലോ, മിസ്സിസ് നാദറ ജേഡി അല്ലേ? അതെ, ആരാ? ഒരജ്ഞാതൻ. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാൻ വിളിച്ചതാ. എന്തു വിഷയം? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ, അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. ഈ അജ്ഞാതന് പറയാനുള്ളത് നീ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ജയയുടെ കാര്യം. ആരുടെയാ? സംശയിക്കണ്ട, അവളുടേത് തന്നെ. പാറമടയിൽ വെച്ച് കാണാതായ ജയയുടേത്. നിങ്ങൾ ആരാ? എവിടുന്നാ ഇപ്പൊ വിളിക്കുന്നേ? എന്താ വേണ്ടതെന്നൂടെ ചോദിക്ക്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. അജ്ഞാതൻ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ജയ എൻ്റെ അടുത്തുണ്ട്. വളരെ സുരക്ഷിതയായി, ഒരു പോറൽ പോലും ഏൽക്കാതെ. ജയയെ തിരിച്ചു കിട്ടാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നാദിറയ്ക്ക് തന്നെ ഞാൻ അവളെ തിരിച്ചു നൽകാം. പക്ഷേ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം നാദിറ എനിക്ക് സാധിച്ചു തരണം. നാദിറ മനസ്സ് വെച്ചാൽ മാത്രമേ അത് നടക്കൂ. അതുകൊണ്ടാ. എന്താ അത്? പറയൂ. പറയാം. മറിയം കോശി നാദിറയുടെ പേർക്ക് എഴുതി വെച്ച ആ തറവാട് അതെനിക്ക് തരണം. ആ, വെറുതെ വേണ്ട, മാന്യമായ വില നൽകാം. ഒപ്പം ജയെയും ഒരു ഫോറിൻ കമ്പനിക്ക് റിസോർട്ട് പണിയാൻ വേണ്ടി ആ സ്വപ്നഭൂമി നൽകാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. എന്തു പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. മതി. നന്നായി ആലോചിച്ച ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. അതിനിടയിൽ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനോ പോലീസിൽ അറിയിക്കാനോ ശ്രമിച്ചാൽ ഹലോ, ഹലോ, എന്നതാ മോളെ? ആരാ വിളിച്ച്? ആ
അറിയില്ല അമ്മാമേ, ഏതോ ഒരുത്തൻ മാഗ്നസ് ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നു. എന്നതാ മോളെ, ആരാ വിളിച്ച്? അമ്മാമ്മയോട് പറ. ഇനി അതല്ല, അമ്മാമ്മയെ വിശ്വസിച്ചിട്ട് ഒന്നും പറയാൻ കൊള്ളില്ല എന്ന് തോന്നി തുടങ്ങിയോ നിനക്ക്? ഏയ്, അതൊന്നും അല്ല അമ്മാമേ. ഇതെങ്ങനെ പറയണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ല ഞാൻ. മാത്രമല്ല, ആന്റി ഒന്നും തൽക്കാലം ഇത് അറിയാനും പാടില്ല. അവളപ്പുറത്താ. നീ പറ, എന്നതാ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? അത് അമ്മാമേ, ജയമോള് ഏതോ അക്രമിയുടെ കയ്യിലുണ്ടെന്ന് അവരെ വിളിച്ചത്. എന്റെ കർത്താവേ, അവരെന്നാത്തിനാ മോളെ നിന്നെ വിളിച്ച്? വിട്ടു തരണമെങ്കിലേ പണം വേണമെന്ന് പറയാനായിരിക്കുമല്ലയോ? അത് എന്താ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരുടെ ലക്ഷ്യം. അതൊക്കെ നാളെ വീണ്ടും വിളിച്ചു പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ എത്രയും വേഗം JD അറിയിക്കേ. അയാൾ എന്നതാ വേണ്ടെന്ന് വെച്ചാ ചെയ്യട്ടെ. അല്ലാതെ ഇതിന്റെ പുറകെ നീ തന്നെ ഓടാൻ നിൽക്കണ്ട. അതല്ല അമ്മാമ്മേ, JD അറിയിച്ച പോലീസിന്റെ സഹായം തേടാനേ അദ്ദേഹം ശ്രമിക്കുള്ളൂ. അത് ആപത്താ. പോലീസിലെങ്ങാനും അറിയിച്ച ആ നിമിഷം അവളെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിനക്ക് എന്നാ ചെയ്യാനൊക്കും മോളെ? ആ അക്രമികൾ ചോദിക്കുന്നത് എന്തും കൊടുത്ത് നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമോ? അത് ആദ്യം അവരെന്താ ചോദിക്കുന്നെന്ന് അറിയട്ടെ അമ്മാമ്മേ. നമുക്ക് പറ്റാവുന്നതാണെങ്കിലേ പോലീസിലൊന്നും അറിയിക്കാതെ തീർക്കുന്നത് തന്നെ നല്ലത്. അതോടെ റോക്കിങ്ങള് രക്ഷപ്പെടുമല്ലോ. എന്നാലും ഇങ്ങനെ എല്ലാ കാര്യത്തിനും നീ സ്വയം തല വെച്ച് കൊടുക്കണോ മോളെ? ഉദ്ദേശിച്ച പോലെ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ കുറ്റം മുഴുവൻ നിന്റെ പേരിലാവും. ഇല്ല അമ്മാമ്മേ, ആളും ബഹളം ഒന്നും ഇല്ലാത്തൊരു ഇടപെടലിലൂടെ മാത്രമേ ജയ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ വളരെ ബുദ്ധിപൂർവ്വം അവരെന്നെ തന്നെ വിളിച്ചത്. അമ്മാമ്മേ, ഞാൻ കൈവിട്ട ജയെ അവര്... അമ്മാമ്മേ, ഒരു പെൺകുട്ടിയുടെ മാനവും ജീവിതമല്ലേ? അതും ജെഡിയുടെ സ്വന്തം മകള്. ഞാൻ മനസ്സ് വെച്ചാൽ മാത്രമേ അവള് രക്ഷപ്പെടുള്ളൂ. അവൾക്ക് വേണ്ടി നീ എന്നാ വേണമെങ്കിലും ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടുള്ളൊരു ഭീഷണിയായത്. അതിന് വഴങ്ങിക്കൊടുക്കാതെ നീ JDയുടെ ഒപ്പം മദ്രാസിലേക്ക് പോകാൻ നോക്ക്. പിന്നീട് അവൻ ആരെ വിളിക്കും, എന്ത് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാലോ. അതെങ്ങനെയാ അമ്മാമ്മേ? ജെഡിയുടെ മകളെ കൊലക്ക് കൊടുത്തിട്ട് എനിക്ക് എങ്ങനെ ജെഡിയുടെ ഒപ്പം പോകാൻ കഴിയുന്നേ? ഈ അമ്മാമ്മ എങ്ങനെയാ ചില നേരത്തെ ഒന്നും അറിയാത്തവർ പോലെയാ സംസാരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം വരെ അമ്മാമ്മ എന്റെ ഒപ്പം നിൽക്കുന്നുള്ളത് കൊണ്ടാ ഇക്കാര്യം ഞാൻ അമ്മാമ്മയോട് തുറന്നു പറഞ്ഞത്. ഞാനിപ്പോ എന്നതാ വേണ്ടത് അത് പറ. അമ്മാമ്മ ഇക്കാര്യം ഒരാളോടും പറയാതിരുന്നാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ റോക്കിയെങ്കിലിന്റെ സഹായത്തോടെ എനിക്ക് ജയ രക്ഷിക്കാനാവും. അതെങ്ങനെയാ? അവൻ പോലീസിന്റെ പിടിയിലല്ലയോ? നാളെ കോടതിയിൽ ഹാജരാക്കിയ മിക്കവാറും റിമാൻഡിലും ആവും. ഇല്ല മാമേ, റോക്കിയെങ്കിൾ നിരപരാധിയാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്കിളിനെ ഞാൻ ഇറക്കിക്കോളാം. അതിന്റെ പേരിൽ തൽക്കാലം ചില പ്രതിഷേധങ്ങളുണ്ടായാലും സാരമില്ല. സത്യം എന്താണെന്ന് താമസിയാതെ എല്ലാവരും അറിയുമല്ലോ. ശരി, ഇതും നിന്റെ വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും തന്നെ വിടുവാ ഞാൻ. ഇഷ്ടം പോലെ ചെയ്യേ. അല്ലാതെ ഞാൻ തടസ്സം നിന്നിട്ട് നിന്റെ ലക്ഷ്യങ്ങളൊന്നും നടക്കാതെ പോണ്ട. എൻ്റെ അഭിപ്രായത്തിൽ പോലീസിന് ചെറിയൊരു കൈപ്പിഴ പറ്റിപ്പോയ കേസായത്. യഥാർത്ഥ പ്രതി റോക്കിയാണെന്നുള്ള വിശ്വാസത്തിൽ അയാളെ കസ്റ്റഡിയിൽ വെച്ച് സ്വാഭാവികമായും പ്രതിസ്ഥാനത്ത് നിർത്താമായിരുന്ന മനുവിനെ അവർ വെറുതെ വിട്ടു. റോക്കിയാണെങ്കിൽ കുറ്റം സമ്മതിച്ചിട്ടുമില്ല. വീണ്ടും മനുവിൻ്റെ തലയിൽ കുറ്റം വെച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ അത് പോലീസിന് നാണക്കേടുമാവും. അപ്പം പിന്നെ ഒരു പെൺകുട്ടിയെ കാണാതായി ഇത്രയും ദിവസമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ കോട്ടം തീർക്കാൻ അവളെ കിഡ്നാപ്പ് ചെയ്തവനെന്നും പറഞ്ഞ് ഒരുത്തൻ കസ്റ്റഡിയിൽ വേണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും റോക്കിക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴികളും അവർ നോക്കും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇച്ചായൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും പോലീസ് കൊല്ലാക്കൊല ചെയ്തേക്കോ. എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. ഇച്ചായൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോരാ, കോടതിക്ക് ബോധ്യപ്പെടണം. പ്രഥമ ദൃഷ്ട്യാ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കാവുന്ന സാഹചര്യ തെളിവുകളായിരിക്കും പോലീസ് നിരത്തുക.
പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് മാത്രമല്ല പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് അവർ വാദിക്കും. അതിനെ ഖണ്ഡിക്കാവുന്ന ഏതെങ്കിലും ക്ലൂ നമുക്ക് കിട്ടണം. അല്ല, നാദിറ എന്താ ഒന്നും പറയാത്തത്? സാറ് പറയുന്ന കേൾക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ കേസ് ഒരു സ്പെഷ്യൽ സ്പിരിറ്റോടെ സാറ് ഏറ്റെടുക്കണം. നാളെ തന്നെ റോക്കി ഞങ്ങൾ ജാമ്യം നേടിത്തരികയും വേണം. ശ്രമിക്കാം. ഏതായാലും ഇപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് റോക്കി ഒന്ന് കാണട്ടെ. ഈ മിസ്സിങ്ങിൽ അയാൾക്ക് പങ്കൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. താങ്ക് യു സർ. എന്നാ ഞങ്ങളിപ്പോൾ ഇറങ്ങാം. ശരി. ജാമ്യത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. അത് നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചിരിക്കും. താങ്ക് യു സർ. ആ ആന്റി പേടിക്കണ്ട. ഉദ്ദേശിക്കുന്ന കാശ് കിട്ടിയ ഏത് കേസും എന്തും ചെയ്ത് ജയിക്കാൻ കഴിവുള്ള ആളാണ് അഡ്വക്കേറ്റ് ദിനകരൻ. മാന്യമായിട്ട് തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അങ്കിളിന് ജാമ്യം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി അദ്ദേഹം കണ്ടെത്താതിരിക്കില്ല. ഈ സഹായത്തിന് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ഞാൻ കാണാൻ ചെന്നപ്പോ ആരും സഹായിക്കാനില്ലെന്നറിഞ്ഞ് ചെയ്യാത്ത കുറ്റം ഞാൻ സമ്മതിച്ചോട്ടേടി ഗ്ലാഡീസ്. എനിക്ക് തല്ലുകൊള്ളാൻ വയ്യെന്നും പറഞ്ഞ് ഇച്ചായം കരഞ്ഞപ്പോ എനിക്ക് ചത്തുകളയാൻ തോന്നി. നീ തന്ന പുതുജീവന് മരിക്കും വരെ ഞാൻ കടപ്പെട്ടിരിക്കുന്ന അതിന്. ഏയ് എന്താ ആന്റി ഇത്? കണ്ണു നടച്ചേ, വല്ലവരും കാണും. എന്നോട് എന്തിനാ ഈ നന്ദിയും കടപ്പാടും ഒക്കെ പറയുന്നേ? എനിക്കൊരു വിഷമം ഉണ്ടായപ്പോ ഞാൻ വന്നത് അങ്കിളുടെ ആന്റിയുടെ വീട്ടിലേക്കല്ലേ. ഇനിയും വരേണ്ടത് അങ്ങോട്ടേക്ക് തന്നെയല്ലേ. നിങ്ങളും അമ്മാമ്മയും അല്ലാതെ എനിക്ക് സ്വന്തവും ബന്ധവും എന്നൊക്കെ പറയാൻ വേറെ ആരാ ഉള്ളത്? നിനക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്കിളിന്റെ ആന്റിയുടെയും കൂടെ നിനക്ക് ജീവിക്കാം. ഞങ്ങൾക്ക് മക്കളെന്ന് പറയാനും ആരുമില്ലല്ലോ. അത് ഇപ്പം നമ്മൾ തൽക്കാലം എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അതാവുമ്പോ നമുക്ക് രാവിലെ ഒരുമിച്ച് കോടതിയിൽ പോവാം. അതല്ല ആന്റിക്ക് വീട്ടിലേക്ക് പോകേണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. ഞാൻ അങ്ങോട്ട് പോയേക്കാം. അല്ലാതെ നിന്റെ ഒപ്പം വന്ന ഞാൻ അവിടെ കഴിയുന്നത് ചിലപ്പോ ജേഡിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? വെറുതെ നിനക്കത് വിഷമാവും. ഏയ് അങ്ങനൊന്നുമില്ല. എന്റെ കൂടെ അല്ലേ ആന്റി വരുന്നത്. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്നാലും വേണ്ട, നീ പൊയ്ക്കോ. അമ്മാമ്മയോട് പറഞ്ഞാ മതി. ശരി. ദാ ഇത് ഈ ക്യാഷ് ആന്റിയുടെ കയ്യിരിക്കട്ടെ. എന്താ ഇത്? വെച്ചോ ആന്റി, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. വെച്ചോ. അപ്പൊ നമുക്ക് നാളെ കോടതിയിൽ വെച്ച് കാണാം. ആന്റിക്ക് ഞാനൊരു ഓട്ടോ വിളിച്ചുതരാം. ഒരെണ്ണം വരുന്നുണ്ട്. ഓട്ടോ ഓട്ടോ കേറിക്കോളൂ. അല്ല ഇത് കുഴപ്പമില്ലെന്നേ, വെച്ചോളൂ. കേറി. നാളെ കോടതി വെച്ച് കാണാം. ഓക്കെ ബൈ. പതിനേഴുകാരിയെ കിഡ്നാപ്പ് ചെയ്തതായി സംശയം. പോലീസ് പിടിമുറുക്കിയ ജാമ്യം കിട്ടാനും പ്രയാസം. ചോദ്യം ചെയ്യാനായി 4-5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനും മതി. എൻ്റെ സാറേ, നിങ്ങൾ ആരാ? എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞയച്ചാണോ? അല്ലെങ്കിൽ തന്നെ പോലീസുകാർ തല്ലി എന്നെ ഒരു പരുവാക്കിയേക്കോ. കുറ്റം അങ്ങ് ഏറ്റെടുത്താലൊന്ന് പോലും ചിന്തിക്കുമ്പോൾ വെറുതെ എന്തിനാ സാറേ വന്ന് ശവത്തെ കുത്തുന്നേ? നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. പോലീസുകാർ തല്ലിച്ചാച്ച കാര്യമൊക്കെ വേണ്ടി വന്നാൽ അവിടെ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ. ഉണ്ട് സാറേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചു തരുമെങ്കിൽ ഞാൻ എന്നാ വേണേലും പറഞ്ഞോളാം. താനാ കുട്ടിയെ പൊക്കിയിട്ടില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. കർത്താവാണ് സത്യം. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ കേസാ സാറേ. ആ കൊച്ചിൻ്റെ നിഴല് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ശ്രമിച്ചു നോക്കി. സാറ് വക്കീലല്ലേ? അതെ. എനിക്ക് തോന്നി. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ സത്യം പറഞ്ഞത്. ആ, അത് നന്നായി. അതിരിക്കട്ടെ, ഈ പെൺകുട്ടിയെ കാണാതാവുന്ന ദിവസം റോക്കി എവിടെയായിരുന്നു? അതിൻ്റെ 2 ദിവസം മുമ്പേ ഞാൻ മാണിച്ച മുതലാളിയുടെ കൂടെ കൂപ്പിലേലോ മറ്റാണ് നടക്കുമായിരുന്നു സാറേ. ആ,
ഇക്കാര്യം മണിച്ച മുതലാളി വന്ന് നാളെ കോടതി പറയൂ. സംശയമാ. മുതലാളിയുടെ വലങ്കയായി നടന്നിട്ടും ഞാൻ പോലീസിന്റെ പിടിയിലായെന്ന് അറിഞ്ഞിട്ട് അങ്ങ് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കൊച്ചിനെ പൊക്കിയത് ഞാൻ തന്നെയാണെന്ന് മുതലാളി സംശയിക്കുന്നുണ്ടാവും. ആ അതെങ്ങനെ? താനന്ന് മുതലാളിയുടെ കൂടെ ആയിരുന്നില്ലേ? പിന്നെന്തിനാ അങ്ങേര് തന്നെ സംശയിക്കുന്നത്? അതൊക്കെ അങ്ങനെയാ സാറേ. ഞാൻ ആ കൊച്ചിനെ നോട്ടം വെച്ചിരുന്നു പൊന്നപ്പനിലൂടെ മുതലാളി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ വല്ലവർക്കും കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ച് കാണുമെന്ന് കരുതുന്നുണ്ടാവും. അപ്പോ താൻ ആള് കേമനാണല്ലോ. പക്ഷേങ്കിൽ അതിനൊക്കെ ഞാൻ അനുഭവിച്ചു സാറേ. താൻ മുതലാളിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് മറ്റെന്തെങ്കിലും തെളിവ് വരാൻ പറ്റുമോ? അന്നത്തെ ദിവസം മുതലാളിക്ക് വേണ്ടി ചെയ്തതായി തെളിവ് സഹിതം കോടതിയിൽ പറയാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ട് സാറേ. അന്ന് കൂപ്പിൽ തല്ല് കിടന്നപ്പോൾ ഞാനൊരു ഫോറസ്റ്റ് ഗാർഡിനെ തല്ലിയിട്ടുണ്ട്. അത് മിക്കവാറും ഇപ്പൊ കേസായി കാണും. അങ്ങനെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ തനിക്ക് ജാമ്യം ഉറപ്പ്.